അദ്ദർസു സാനി ലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ സ്വയം കൊല്ലരുത്, നിങ്ങൾ സ്വയം നശിപ്പിക്കരുത്. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള പാഠമാണ്. വമാത അബി, എൻ്റെ ഉപ്പ മരിച്ചുപോയി. അമ്മാന, എന്നാൽ ഞാനോ? വക്കുൽത്തു, ഞാൻ പറഞ്ഞു. ഹീന വഖഫ്തു അലാ ഖബ്രിഹി, അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട്. വാ അബത്ത, എൻ്റെ ഉപ്പാ. ഉഖ്സിമുലക, ഞാൻ താങ്കൾക്ക് സത്യം ചെയ്തു തരുന്നു. ലൻ തമസ്സയദി അസ്സിജാറത മറത്തൻ ഉഖ്റ, ഇനിയൊരിക്കൽ എൻ്റെ കൈ സിഗരറ്റ് തൊടുകയില്ല. നാം, അതെ. തവക്കഫ്തു അനി തദ്ഖീൻ, ഞാൻ പുകവലി ഉപേക്ഷിച്ചു. ഹത്താ ലാ യുഅദ്ദിബക അല്ലാഹു ബിസബബി, ഞാൻ കാരണം അല്ലാഹു താങ്കളെ ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി. ലാ, ഇല്ല. ലി അന്നഹ ലാറത്തുൻ, അല്ല, ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, കാരണം അതെന്താണ്? ലാറത്താണ്, അത് ഉപദ്രവകാരിയാണ് സിഗരറ്റ്. ബൽ ബൽ, അല്ല. ഫഖദ് തഅല്ലംതു തദ്ഖീന മിൻക, ഞാൻ തദ്ഖീൻ പുകവലി പഠിച്ചത് താങ്കളിൽ നിന്നാണ്. ഉപ്പ പുകവലിക്കുന്നത് കണ്ടിട്ടാണ് മകൻ പഠിച്ചത്. വലാൻ, ഇപ്പോൾ. ഖദ് ആനൽ അവാനു, ഇപ്പോൾ സമയമായിരിക്കുന്നു. ആനൽ അവാനു, സമയമായി. ലി അഖൂല ലക, താങ്കളോട് പറയാൻ. എന്തു പറയാൻ? അബി, ഉപ്പ. അന ലാ ഉരീദു അൻ അകൂന അസീറൻ ലിഹാദർ റുക്നി ഫീ ദാലിക്കൽ മുസ്തശ്ഫ, ആ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു മൂലക്ക് ഒരു തടവുകാരനാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് വെച്ചാൽ സിഗരറ്റ് വലിച്ച് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വ ഔലാദി, എൻ്റെ മക്കൾ. യതഅദ്ദബൂന മിൻ ഹൗലി, എൻ്റെ ചുറ്റും ശിക്ഷിക്കപ്പെട്ടവരായിക്കൊണ്ട്, ഉപദ്രവം സഹിക്കുന്നവരായിക്കൊണ്ട് ജീവിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അനലാ അർല അൻ യകൂനു അബദത്തൻ ലിതിൽക്കൽ ഐനത്ത്, ആ ഒരു നശിക്കപ്പെട്ട, ആ ഒരു ശപിക്കപ്പെട്ട വസ്തുവിൻ്റെ അടിമകളായി തീരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളായി ഞാനും എൻ്റെ മക്കളും വളരുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ അഖ്ലഉ അൻഹാ, ലാ, ഞാനിപ്പോൾ അതിൽ നിന്നും പൂർണ്ണമായി ഒഴിയുകയാണ്, ഞാൻ ഉപേക്ഷിക്കുകയാണ്. വല്യർഹംകല്ലാഹു യാ അബി, ഉപ്പ, അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. വയർഹംകല്ലാഹു അബി, ഉപ്പ, അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കട്ടെ. വമാത അബി, എൻ്റെ ഉപ്പ മരിച്ചുപോയി. അമ്മാന, എന്നാൽ ഞാനോ? ഫഖദ് തവഖഫ്തു അനി തദ്ഖീൻ, ഞാൻ പുകവലിയിൽ നിന്നും വിട്ടുനിന്നിരിക്കുന്നു. ഇനി മുതൽ ഞാൻ പുകവലിക്കുകയില്ല. അപ്പോൾ പുകവലി കാരണം രോഗം ബാധിച്ച് മരണപ്പെട്ട ഒരു പിതാവിൻ്റെ ഖബറിൻ്റെ അടുക്കൽ നിന്നും മകൻ പറയുകയാണ്. ആ മകനും പുകവലിക്കുന്നവനാണ്, അല്ലേ? ഉപ്പ പുകവലി കാരണം മരണപ്പെട്ടു, ഇനി ഞാൻ പുകവലിക്കുകയില്ല. ഉപ്പ മരണപ്പെട്ടപ്പോൾ മാത്രമാണ് അവന് ബോധം വന്നത്. ഓരോരുത്തരുടെയും ലൈഫിൽ അനുഭവം വന്ന് ബോധം വരുന്നതിന് കാത്തു നിൽക്കാതെ ആദ്യം തന്നെ അതിലേക്ക് പോകാതിരിക്കുക. അത്തദ്ഖീനു മിൻ അക്ബരിൽ ആഫാത്തി, പുകവലി ഏറ്റവും വലിയ ആപത്തുകളിൽ ഒന്നാണ്. അല്ലത്തി യുആനി മിൻഹ കുല്ലു മുജ്തമഇൻ, അതിനെക്കൊണ്ട് സമൂഹം മുഴുവനുമാണ് പ്രയാസപ്പെടുന്നത്. വയുഅദ്ദു വാഹിദ മിനൽ അഖ്താരി റഈസിയത്തി, ഏറ്റവും പ്രധാനപ്പെട്ട അപകടങ്ങളിൽ ഒന്നായിക്കൊണ്ട് പുകവലി എണ്ണപ്പെടുന്നു. അല്ലത്തി തുഹദ്ദിദു സിഹത്തൽ ഇൻസാനി, മനുഷ്യ ആരോഗ്യത്തിനെ ഭീഷണിപ്പെടുത്തുന്ന ഏറ്റവും വലിയ ആപത്തുകളിൽ ഒന്നാണ്. വയുഷീറുൽ അദീദു മിന ദിറാസാത്തി, ധാരാളം പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇല അന്ന ഹാദിഹിൽ ആദാത്ത അസ്സയ്യിഅത തബ്ദഉ ഫീ സിന്നിൽ മുറാഹഖത്തി വശബാബി, ഈ ശീലങ്ങൾ, പുകവലി പോലുള്ള ശീലങ്ങൾ, തബ്ദഉ തുടങ്ങുന്നത് ഫീ സിന്നിൽ മുറാഹഖത്തി വശബാബി, മുറാഹഖത്ത് മീൻസ് ടീനേജ് പ്രായം, അഡോളസൻസ്. വശബാബ്, യുവത്വത്തിലും ടീനേജ് പ്രായത്തിലുമൊക്കെയാണ് ഈ പുകവലി പോലുള്ള ശീലങ്ങൾ തുടങ്ങുന്നത് എന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. അൽ അസ്ബാബു റഈസിയത്തു, പ്രധാനപ്പെട്ട കാരണങ്ങൾ. ലിൽ വഫയാത്തി അസായിദത്തി, അധികരിക്കുന്ന മരണങ്ങൾക്ക്. വഫയാത്ത് മീൻസ് മരണങ്ങൾ, വഫാത്ത് ജമ വഫയാത്ത്. ബൈനൽ മുദഖിനീന, പുകവലിക്കുന്നവർക്കിടയിൽ കൂടുതലായി ഉണ്ടാകുന്ന മരണങ്ങൾക്ക് കാരണം ഹിയൽ അമ്രാദുല്ലത്തി തർബിതു ബിത്തദ്ഖീൻ, പുകവലി കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ബിമാഫിഹ, അതിൽപ്പെട്ടതാണ്. ഏതൊക്കെ രോഗങ്ങളാണ് പുകവലി കൊണ്ട് മെയിനായിട്ട് മരണത്തിന് കാരണമാകുന്നത്? അസർത്താനു, ക്യാൻസർ. വൽ അമ്രാദു റിഅവിയത്തു, ശ്വാസകോശ രോഗങ്ങൾ. വ അമ്രാദുൽ ഔഇയത്തി ദമവിയത്തി, അതേപോലെ ഈ നാഡീ രോഗങ്ങൾ, ഞരമ്പുകളിൽ ഒക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ. ഫഇന്നൻ നിക്കോട്ടിൻ എന്ന സാധനം ഫി ദുഹാനി തബ്ഗി,
പുകവലിക്കുമ്പോൾ പുകയില, തബുക മീൻസ് പുകയില വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ നിക്കോട്ടിൻ, പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ആ നിക്കോട്ടിൻ യസീദ് മിൻ ഖതരിൽ മൗത്തി, മരണത്തിന്റെ അപകടം വർദ്ധിപ്പിക്കുന്നു. അൽ മുഫാജി യസീദ് മിൻ ഖതരിൽ മൗത്തിൽ മുഫാജി, അൽ മൗത്തുൽ മുഫാജി മീൻസ് പെട്ടെന്നുള്ള മരണം അധികരിപ്പിക്കുന്നുണ്ട്. മിൻ ഹൈസു ലാ യൻബലു ഖൽബുൻ ബിശക്ലിൻ സഹീഹിൻ, ഈ നിക്കോട്ടിൻ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെന്നാൽ ലാ യൻബലു ഖൽബുൻ, ഹൃദയം മിടുക്കുകയില്ല, ബിശക്ലിൻ സഹീഹിൻ, ശരിയായ രൂപത്തിലുള്ള ഹൃദയമിടിപ്പ് ഉണ്ടാവുകയില്ല. അത്തദ്ഖീനു യസീദ് മിൻ ഖതരിൽ മൗത്തി, പുകവലി മരണസംഖ്യ വർദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ അപകടം വർദ്ധിപ്പിക്കുന്നു. ബി അംറാദിൽ ഖൽബി, ഹൃദ്രോഗങ്ങളാൽ. ലിരിജാലി, പുരുഷന്മാർക്ക് ഫി മുൻതസിഫിൽ ഉംരി, മധ്യവയസ്സിലെത്തുമ്പോഴേക്ക് ബിനഹവി 4 മറാത്തിൻ, 4 ഇരട്ടിയോളം. വലിനിസായി, സ്ത്രീകൾക്ക് 12 മറത്തൻ, 12 ഇരട്ടിയോളം. ബിൻ നിസ്ബത്തി ഇല ഗൈരിൽ മുദഖിനീൻ, പുകവലിക്കാത്തവരുമായി കമ്പയർ ചെയ്യുമ്പോൾ പുരുഷന്മാർ പുകവലിക്കുന്നവരാണെങ്കിൽ മധ്യവയസ്സിൽ മരിക്കാൻ 4 ഇരട്ടി സാധ്യത കൂടുതലാണ്. സ്ത്രീകൾ പുകവലിക്കുന്നവരാണെങ്കിൽ പുകവലിക്കാത്ത സ്ത്രീകളെക്കാൾ മധ്യവയസ്സിൽ മരിക്കാൻ 12 ഇരട്ടി സാധ്യത കൂടുതലാണ്. പിന്നെ ഇവിടെ കുറച്ച് ആയത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹദീസ് അൻ അബി ഹുറൈറ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി പറഞ്ഞു, മൻ തറദ്ദ മിൻ ജബലിൻ, ആരെങ്കിലും മലയിൽ നിന്നും ചാടിയാൽ, ഫഖതല നഫ്സഹു, എന്നിട്ട് സ്വയം മരണപ്പെട്ടാൽ, മീൻസ് മലയിൽ നിന്നും ചാടി മരിച്ചാൽ, അതായത് എന്തെങ്കിലും ഉയരമുള്ള സ്ഥലത്ത് നിന്നും ആരെങ്കിലും ചാടി ആത്മഹത്യ ചെയ്താൽ, ഫഹുവ ഫീ നാരി ജഹന്നമ, അവൻ നരകത്തിൽ, യതറദ്ദ ഫീഹി ഖാലിദൻ മുഖല്ലദൻ, ശാശ്വതമായി ഇങ്ങനെ ചാടി മരിച്ചുകൊണ്ടേയിരിക്കും, ഫീഹ അബദൻ, എപ്പോഴും അവിടെ. വമൻ തഹസ്സ സുമ്മൻ ഫഖതല നഫ്സഹു, ഇനി ആരെങ്കിലും വിഷം കഴിച്ച് മരിച്ചാലോ, ഫസുമ്മുഹു ഫീ യദിഹി യതഹസ്സഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹ അബദൻ, നരകത്തിൽ അവന്റെ കയ്യിലുള്ള വിഷം എപ്പോഴും കഴിച്ചുകൊണ്ടേയിരിക്കും അവൻ, എന്നിട്ട് മരിക്കുന്നത് പോലെ ആകും, വീണ്ടും കഴിക്കും, വീണ്ടും അങ്ങനെയാകും, അങ്ങനെ സ്ഥിരമായി അത് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വമൻ ഖതല നഫ്സഹു ബി ഹദീദത്തിൻ, എന്തെങ്കിലും ഹദീദ്, ഇരുമ്പ് കൊണ്ട്, കത്തി കൊണ്ടോ മറ്റോ സ്വയം മുറിവേൽപ്പിച്ച് മരിച്ചാൽ, ഫഹദീദത്തുഹു ഫീ യദിഹി യജഉ ബിഹാ ഫീ ബത്നിഹി, അവന്റെ കയ്യിലുള്ള ഹദീദ്, ആ ഇരുമ്പ് കൊണ്ട് അവൻ തന്റെ വയറിൽ, ബത്നിൽ കുത്തിക്കൊണ്ടേയിരിക്കും, ഫീ നാർ ജഹന്നമ, നരകത്തിൽ, ഖാലിദ മുഖല്ലദ ഫീഹാ അബദൻ, എപ്പോഴും നരകത്തിൽ അതിങ്ങനെ കുത്തി മരിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അതിനുള്ള ശിക്ഷ. അപ്പോൾ സ്വയം മരിക്കരുത്, ആത്മഹത്യ ചെയ്യരുത്. ആ ആത്മഹത്യയുടെ കൂട്ടത്തിൽ തന്നെയാണ് ഈ പുകവലിയെയും മറ്റു ലഹരി ഉപയോഗങ്ങളെയും പെടുത്തുന്നത്. കാരണം അതും നമ്മൾ സ്വയം ഇല്ലാതാക്കലാണ്. പിന്നെ ഫവായിദു തദ്ഖീൻ, പുകവലി കൊണ്ട് ചില ഉപയോഗങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? അൽ മുദഖിനു, പുകവലിക്കുന്നവൻ, ലാ യുസാബു ബിശൈഖുഹ, വാർദ്ധക്യം ബാധിക്കുകയില്ല എന്നൊരു ഗുണമുണ്ട്. ലിഅന്നഹു യമൂതു ഫീ ശബാബിഹി, കാരണം അവന്റെ യുവത്വത്തിൽ തന്നെ അവൻ മരിച്ചു പോകുന്നു, അപ്പോൾ വാർദ്ധക്യം ഉണ്ടാവില്ലല്ലോ. യതഅറഫു, അതേപോലെ യതഅറഫു ദായിമൻ അലാ അസ്തിഖാഇൻ ജുദദ്, എപ്പോഴും പുതിയ കൂട്ടുകാരെ കിട്ടിക്കൊണ്ടേയിരിക്കും. ലിഅന്നഹു, കാരണം അവൻ കുല്ല യൗമിൻ, എല്ലാ ദിവസവും, ഇന്ദ ത്വബീബിൻ ജദീദ്, പുതിയ ഡോക്ടർമാരുടെ അടുക്കലായിരിക്കും, ഓരോ ദിവസവും ഓരോ ഡോക്ടർമാരുടെ അടുക്കലേക്ക് പോലെ. ഒരു ദിവസം ഹൃദ്രോഗ വിദഗ്ധന്റെ അടുക്കലാണെങ്കിൽ പിറ്റേ ദിവസം ശ്വാസകോശ രോഗത്തിന് ആ ഡോക്ടറുടെ അടുക്കലായിരിക്കും. അങ്ങനെ പുതിയ ഡോക്ടർമാരെയും മറ്റും പരിചയപ്പെടാം. ലാ യദ്ഖുലുൽ ലുസൂസു ഇലാ ബൈതിഹി, വീട്ടിൽ കള്ളം കയറുകയില്ല. ലിഅന്നഹു യസ്ഉലു തവാലൽ ലൈലി, കാരണം രാത്രി മുഴുവൻ അവൻ ചുമച്ചുകൊണ്ടേയിരിക്കും. പിന്നെ എവിടുന്ന് കള്ളം കയറുന്നത്? ലാ യസൂറുഹു അന്നാസു വൽ അഖ്രിബാഉ കസീറൻ, ധാരാളമായി ജനങ്ങൾ, നാട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും ഒന്നും സന്ദർശിച്ച് ബുദ്ധിമുട്ടിക്കുകയില്ല. ലിഅന്ന റായിഹതഹു കരീഹത്തുൻ വമുഖസ്സറത്തുൻ, കാരണം അവന്റെ സ്മെല്ല്, പുകവലിക്കുന്നവന്റെ സ്മെല്ല് വളരെ മോശമാണ്, അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയില്ല. പിന്നെ ആരെങ്കിലും കാണാൻ വരുമോ? ഇല്ല. അത്തദ്ഖീൻ, പുകവലി, ഹിവായത്തുൻ വമുതഅത്തുൻ ഫിൽ 20 വയസ്സുകളിലൊക്കെ പുകവലി എന്ന് പറയുന്നത് ഒരു ഹിവായത്താണ്, ഒരു ഹോബിയാണ്, ഒരു മുതഅത്താണ്, ഒരു ആസ്വാദനമാണ്. പിന്നെ സുക്കറും ലഗത്തും ഫി സലാസീൻ, എന്നാൽ 30 വയസ്സുകളൊക്കെ ആയാൽ എന്താണ് അത്? ഷുഗറും പ്രഷറുമാണ്, ഷുഗറും പ്രഷറും ഒക്കെ വന്നു തുടങ്ങും. സർത്താനു റിഅത്തി, ശ്വാസകോശ ക്യാൻസറാകും, ഫിൽ 40, 40കളിൽ. വമൗത്തുൻ സരിയൻ ഖബ്ലൽ 50, 50 എത്തുന്നതിന് മുമ്പ് പെട്ടെന്നുള്ള മരണവും സംഭവിക്കും. അതോടെ തീർന്നു കിട്ടി, 50ന്റെ ഉള്ളിൽ പരിപാടി തീരും. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ്, കള്ളും ചൂതാട്ടവും, അൽ അൻസാബ് വല്ല എന്താണ് പ്രശ്നം വെച്ച് നോക്കലും, വല്ല അസ്ലാമു അമ്പെടുത്ത് നോക്കലും,
റിജിസുമിൻ അമലി ഷെയ്ത്താൻ, അതൊക്കെ ഷെയ്ത്താന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഫജ്തനിബൂഹു, അതിനെയൊക്കെ അകറ്റി നിർത്തുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. ഇൻദമാ നസലത്ത് ഹാദിഹിൽ ആയത്തു, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അഫ്രഗൽ മുസ്ലിമൂന, മുസ്ലിങ്ങൾ ഒഴുക്കിക്കളഞ്ഞു. ഔ ഇഴത്തൽ ഹുമൂരി, മദ്യത്തിന്റെ പാത്രങ്ങൾ, ഫി ശവാരിയൽ മദീനത്തി, മദീനയുടെ റോഡുകളിൽ. വലം യഊദു ഇലാ ശുർബിഹ മറത്തുൻ ഉഖ്റ, പിന്നീട് അവർ അത് കുടിക്കുന്നതിലേക്ക് തിരിച്ചു പോയിട്ടില്ല. അത്രയും സൂക്ഷ്മാലുക്കളായിരുന്നു സഹാബികൾ. കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഒഴുക്കിക്കളഞ്ഞു, വീപ്പുകളൊക്കെ അടിച്ച് തകർത്ത് കളഞ്ഞു. മിൻ നസാഇഹി റസൂൽ, പ്രവാചകന്റെ ഉപദേശങ്ങളിൽപ്പെട്ടതാണ് ഇതൊക്കെ. എന്തൊക്കെ? കുല്ലു ഷറാബിൻ അസ്കറ ഫഹുവ ഹറാമൻ, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ പാനീയങ്ങളും ഹറാമാണ്. മാ കസീറുഹു യുക്സിറു ഫഖലീലുഹു ഹറാമുൻ, അത് കൂടുതലായാലും എന്താണ്? മാ കസീറുഹു യുസ്കിറു ഫഖലീലുഹു ഹറാമുൻ, കൂടുതലായാലും ലഹരി ഉണ്ടാക്കുന്നതാണെങ്കിലും അത് കുറവാണെങ്കിൽ തന്നെ എന്താണ്? ഹറാമാണ്. കൂടുതൽ കുടിച്ചാലേ ലഹരി ഉണ്ടാവുകയുള്ളൂ, എന്നാലും അതിന്റെ ഒരു തുള്ളി പോലും കുടിക്കരുത്, അതും ഹറാമാണ്. ഒരു തുള്ളി കുടിച്ചാൽ ലഹരി ഉണ്ടാവില്ല എങ്കിലും അതൊരു തുള്ളി കുടിക്കലും ഹറാമാണ്. കുല്ലു മുസ്കിരിൻ ഹറാമൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ്. ലൈസത്തിൽ ഹംറു ദവാഅൻ, കള്ളൊരു മദ്യം ഒരു മരുന്നല്ല. ബൽദാഉൻ, ഒരു രോഗമാണ്. രോഗത്തെ കുടിക്കുവോ? ഇല്ല. മൻ ശരിബ മിനൽ ഖംറി ശുർബതൻ, ആരെങ്കിലും കള്ളിൽ നിന്നും ഒരു ഇറക്ക് കുടിച്ചാൽ ലം തുഖ്ബൽ ലഹു സലാത്തുൻ 40 സ്വബാഹൻ, 40 ദിവസത്തെ നിസ്കാരം അവന്റെ സ്വീകരിക്കുകയില്ല. കള്ള് കുടിച്ച് കഴിഞ്ഞാൽ പിന്നീട് 40 ദിവസം അവൻ നിസ്കരിച്ചതിന്റെ പ്രതിഫലം അവന് ലഭിക്കുകയില്ല. ഫൈൻ താബ, ആരെങ്കിലും കള്ള് കുടിച്ചതിന് ശേഷം തൗബ ചെയ്താൽ ഓക്കെ, അവൻ തൗബ ചെയ്തു. അള്ളാഹു അവന്റെ തൗബ സ്വീകരിക്കും, അവന് പുറത്തു കൊടുക്കും. ലഅനല്ലാഹുൽ ഖംറ, അള്ളാഹു മദ്യത്തെ ശപിച്ചിരിക്കുന്നു. വശാരിബഹ, അത് കുടിക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു. വസാഖിയഹ, അത് ഒഴിച്ചു കൊടുക്കുന്നവനെയും. വബായിഅഹ, അത് വിൽക്കുന്നവനെയും. വമുബ്താഅഹ, അത് വാങ്ങുന്നവനെയും. വആസിറഹ, അത് ഉണ്ടാക്കുന്നവനെയും. വമുഅ്തസിറഹ, അത് ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നവനെയും. വഹാമിലഹ, അത് കൊണ്ടുപോകുന്നവനെയും. വൽ മഹ്മൂലത ഇലൈഹി, ആരിലേക്കാണോ കൊണ്ടുപോകപ്പെടുന്നത് അവനെയും. വആകില സമനിഹ, അതിന്റെ വില തിന്നുന്നവനെയും. ഇങ്ങനെ കള്ളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന അത് എല്ലാവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അൽ ഖംറു, മദ്യം. ഹിയൽ ഇസ്മുൽ ജാമിഉ, അൽ ഖംറ് എന്നത് അൽ ഇസ്മുൽ ജാമിഉ ലികുല്ലി മാ യുഅദ്ദി ഇലൽ ഇസ്കാർ, ലഹരിയിലേക്ക് അതായത് ലഹരി ബാധിക്കുന്നതിലേക്ക് നയിക്കുന്ന എല്ലാത്തിനും പൊതുവായി പറയുന്ന പേരാണ് അൽ ഖംർ. സവാഉൻ കാന മസ്ദറുഹു അൽ ഫവാക്കിഹ, അതിന്റെ സോഴ്സ്, അതുണ്ടാക്കപ്പെടുന്നത് ഫ്രൂട്ടുകളിൽ നിന്നാണെങ്കിലും അവിൽ ഹുബൂബ്, അല്ലെങ്കിൽ വിത്തുകളിൽ നിന്നാണെങ്കിലും, എന്തിൽ നിന്നാണ് ഉണ്ടാക്കപ്പെടുന്നത് എന്നുള്ളതല്ല. ലഹരി ഉണ്ടാക്കുന്നുണ്ടോ അതൊക്കെ ഹറാമാണ്. അതൊക്കെ ഖംർ എന്ന പദത്തിന്റെ ഉള്ളിൽ വരുന്നതാണ്. മൂസിഫത്ത് അല ലിസാനി നബി, പ്രവാചകന്റെ നാവിനാൽ വർണ്ണിക്കപ്പെട്ടു. ബി അന്നഹ, അത് ആ ഖംർ ഉമ്മുൽ ഖബാഇസി, തെറ്റുകളുടെ മാതാവാണ്. ഫി ഹദീസിൻ അഖ്റജഹു നസായി, നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. തെറ്റുകളുടെ മാതാവാണ് മദ്യം എന്ന് പറയുന്നത്. മറ്റേത് തെറ്റും ചെയ്യുന്നത് പോലെയല്ല. ഒരാളൊരു കൊലപാതകയാണെങ്കിൽ ആ കൊലപാതകം മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ചെയ്യുന്നുള്ളൂ. ഇനി മദ്യപിച്ചാൽ എല്ലാ തെറ്റുകളും ചെയ്യും, കൊലപാതകം ചെയ്യും, മറ്റുള്ള എല്ലാ തെറ്റുകളും ചെയ്യാൻ അവനൊരു പ്രേരണയാകും. ഖാല റസൂലുള്ളാഹി, പ്രവാചകൻ പറഞ്ഞു, മൻ ശരിബൽ ഖംറ, ആരെങ്കിലും മദ്യപിച്ചാൽ, ഫലം യൻതശി, എന്നാൽ അവന് ലഹരി ബാധിച്ചില്ല എങ്കിൽ, ലം തുഖ്ബൽ ലഹു സലാത്തുൻ മാ ദാമ ഫീ, ലം തുഖ്ബൽ ലഹു സലാത്തുൻ, അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അതായത് കുറച്ചേ കഴിച്ചുള്ളൂ, എന്നിട്ട് ലഹരിയൊന്നും ബാധിച്ചില്ല, എന്നാലും അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. മാദാമ ഫി ജൗഫിഹി, അവന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന കാലത്തോളം. ഔറൂഖിഹി, അല്ലെങ്കിൽ അവന്റെ ഞരമ്പുകളിൽ. മിൻഹ, അതിൽ നിന്നും, ആ മദ്യത്തിൽ നിന്നും, ഷെയ്ഉൻ, ഒരു തരി, അല്ലെ, ഒരു തുള്ളി, അവന്റെ ആ കുടിച്ചത് അവന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന കാലത്തോളം അവന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല. ഇൻ മാത്ത, അങ്ങനെ ഒരു തുള്ളിയാണെങ്കിൽ ഒരു തുള്ളി അവന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കെ, ഇൻ മാത്ത, അവൻ മരണപ്പെട്ടാൽ, മാത്ത കാഫിറൻ, അവൻ കാഫിറായിക്കൊണ്ടാണ് മരണപ്പെടുന്നത്. ഇൻ ഇൻതശ, ഇനി അവന് ലഹരി ബാധിച്ചാലോ, ലം തുഖ്ബൽ ലഹു സലാത്തു 40 യൗമൻ, 40 ദിവസത്തെ നിസ്കാരം അവന്റെ സ്വീകരിക്കപ്പെടുകയില്ല. ഇൻ മാത്ത, അങ്ങനെ ലഹരി ബാധിച്ചവനായിക്കൊണ്ട് അവൻ മരണപ്പെട്ടാൽ, ഇൻ മാത്ത ഫിഹ, ലഹരി ബാധിച്ചവനായിക്കൊണ്ട് അവൻ മരണപ്പെട്ടാൽ, മാത്ത കാഫിറൻ, അവൻ കാഫിറായിക്കൊണ്ടാണ് മരണപ്പെടുന്നത്. ഒരു തുള്ളി കുടിച്ചാലും ലഹരി ബാധിച്ചവനായാലും ഒക്കെ മരണപ്പെടുകയാണെങ്കിൽ കാഫിറായിക്കൊണ്ടാണ് മരണപ്പെടുന്നത്. നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്.
ഖാല റസൂലുള്ളാഹി, പ്രവാചകൻ പറഞ്ഞു, ലാ യസ്നി അസാനി, വ്യഭിചരിക്കുന്നവൻ വ്യഭിചരിക്കുന്നില്ല, ഹീന യസ്നി വഹുവ മുഅ്മിനുൻ, അവൻ മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കുകയില്ല. വലാ യസ്രിഖു സാരിഖു, മോഷ്ടിക്കുന്നവൻ മോഷ്ടിക്കുകയില്ല, ഹീന യസ്രിഖു വഹുവ മുഅ്മിനുൻ, ഒരു മുഅ്മിനായിരിക്കെ അവൻ മോഷ്ടിക്കുകയില്ല. എന്ന് വെച്ചാൽ ഹീന യസ്രിഖു, അവൻ മോഷ്ടിക്കുമ്പോൾ വഹുവ മുഅ്മിൻ, അവൻ എന്തല്ല മുഅ്മിനാവുകയില്ല. വലാ യശ്റബുൽ ഖംറ, അതേപോലെ തന്നെ കള്ളു കുടിക്കുകയില്ല, ഹീന യശ്റബുഹ വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ടിരിക്കെ ആരും കള്ളു കുടിക്കുകയില്ല. എന്ന് വെച്ചാൽ ഒരു മുഅ്മിനായ ഒരു വ്യക്തി മദ്യപിക്കുകയാണെങ്കിൽ പിന്നെ അവൻ എന്തല്ല മുഅ്മിനല്ല. ഹറമത്, ഇവിടെ ഒരു ഔഖിഫൽ മുഹദ്ദറാത്ത് നിർത്തുക, ഗയ്യിർ ഹയാത്തുക, ചേഞ്ച് യുവർ ലൈഫ്. ഹറമ ദീനുൽ ഇസ്ലാം അൽ ഖംറ, ഇസ്ലാം മതം മദ്യം ഹറാമാക്കിയിരിക്കുന്നു. വഹുരിമത്തുൽ മുഖദ്ദിറാത്തു, അതുകൊണ്ട് തന്നെ മുഖദ്ദിറാത്ത്, മയക്കുമരുന്നുകൾ ഒക്കെ ഹറാമാക്കപ്പെട്ടു. നാർക്കോട്ടിക്സ്, മുഖദ്ദിറാത്ത്. ഖിയാസൻ അലാ ദാലിക, അതിൻ്റെ മേൽ ഖിയാസ് ആയിക്കൊണ്ട്. തഹരീമൻ ഖത്ഇയൻ, എന്താ പറയാ, ഉറപ്പായിട്ടുമുള്ള ഹറാമ് തന്നെ, പൂർണ്ണമായ നിഷിദ്ധമായിക്കൊണ്ട് തന്നെ. അതായത് ഖിയാസ് ആയിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, മയക്കുമരുന്നിന്റെ പേര് മുഖദ്ദിറാത്ത് എന്ന വാക്ക് പ്രവാചകൻ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഉപയോഗിച്ചിട്ടില്ല. പകരം അല്ലെങ്കിൽ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. ഖംർ എന്ന പദമാണ് ഉപയോഗിച്ചത്. അപ്പൊ അതിലേക്ക് ഖിയാസാക്കി എന്തിനെ, മുഖദ്ദിറാത്തിനെ, പിന്നെ ഈ മയക്കുമരുന്നുകളുടെ. കാരണം മയക്കുമരുന്നുകളൊക്കെ പിന്നീടാണ് കൂടുതലായിട്ട് വന്നത്. ആ സമയത്ത് പ്രധാനമായും ഉണ്ടായിരുന്നത് ഖംറാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഉപയോഗം ഒന്ന് തന്നെയാണ്. ഖംർ കുടിക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്നത് ലഹരിയാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്നത് ലഹരിയാണ്. അത് വായിലൂട്ട് കുടിച്ചാലും മറ്റേതെങ്കിലും തരത്തിൽ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്ന് ലഹരി ബാധിക്കുന്ന രൂപത്തിലായാലും രണ്ടിൻ്റെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരേ രൂപത്തിലുള്ള കാര്യം ചെയ്യുന്നത് കൊണ്ട് ഏത് കാര്യമാണോ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ആ രൂപത്തിലുള്ള ഒരു കാര്യം പിന്നീട് അതല്ലാത്ത കാര്യം ചെയ്താൽ അതിനെ അതുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഖിയാസാക്കാൻ പറ്റും, യോജിപ്പിക്കാൻ പറ്റും. അതിൻ്റെ അതേ വിധി ഇതിനും കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ്, അതാണ് ഖിയാസാക്കൽ. അപ്പോൾ ഈ ഖംറിനോട്, മദ്യത്തിനോട് എന്ത് ചെയ്തു, ഈ മയക്കുമരുന്നുകളെയൊക്കെ ഖിയാസാക്കിയിട്ടുണ്ട്. മദ്യം ഹറാമായതുകൊണ്ട് ഇതും ഹറാമാണ്. പിന്നെ രണ്ടിൻ്റെ കാരണം ഒന്ന് തന്നെയാണല്ലോ, ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തുശക്കിലു അൽ മുഖദ്ദറാത്തു ഖത്തറൻ തുശക്കിൽ മുഖദ്ദറാത്തു, മയക്കുമരുന്നുകൾ ഉണ്ടാക്കുന്നു, ഖത്തറൻ, അപകടമുണ്ടാക്കുന്നു. യുഹദ്ദിദു ജമീഅ ജവാനിബിൽ ഹയാത്തിൽ ഇജ്തിമാഇയ്യത്തി, സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള അപകടമാണ് നാർക്കോട്ടിക്സ് ഉണ്ടാക്കുന്നത്. ജൂൺ 26 എന്ന പ്രത്യേകത യൗമുൻ ആലമിയ്യുൻ ലി മുകാഫഹത്തിൽ മുഖദ്ദറാത്ത്, ലോക ലഹരി വിരുദ്ധ ദിനമാണ് 26 ജൂൺ. അളറാറുൽ മുഖദ്ദറാത്ത്, ഈ മയക്കുമരുന്നുകളുടെ അല്ലെങ്കിൽ മൊത്തത്തിൽ ലഹരികളുടെ ഉപദ്രവങ്ങൾ എന്തൊക്കെയാണ്? അളറാറു ദീനിയ, ദീനിയായ പിന്നെ ഉപദ്രവങ്ങൾ, ദീനിയായ വിപത്തുകൾ എന്തൊക്കെയാണ്? അൽ ഇൻസിറാഫു അൻ ദിക്രില്ലാഹി ജല്ല വഅല, അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്നും ഒഴിവായി പോവുക, അള്ളാഹുവിനെ ഓർക്കാതിരിക്കുക, അള്ളാഹുവിനെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ അൽ ഇൻസിറാഫ് അനിൽ ഇബാദത്ത് ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ തുളൈഫൽ ഈമാന വ തൂരിസുൽ ഖിസ്യ, ഈമാൻ ബലഹീനമാകും, പിന്നെ നിന്ദ്യത ഉണ്ടാകും. പിന്നെ തഖ്ലി അല ജവാനിബിൽ ഖൈറാത്ത്, നന്മയുള്ള എല്ലാ കാര്യങ്ങളെയും ഇല്ലാതാക്കും. തുഫ്സിഹുൽ ബാബലിൽ മആസി അൽ ഉഹ്റ, ഇതോടൊപ്പം മറ്റുള്ള തെറ്റുകൾ ചെയ്യാനുള്ള വാതിൽ തുറക്കപ്പെടും. പിന്നെ അൽ അളറാർ നഫ്സിയ, മാനസികമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കള്ളുകുടിക്കുന്നവർക്ക് ഇൽത്തുറാബുൽ ഇദ്റാക്ക് കഴിയുകയില്ല. ഇദ്റാക്ക് മീൻസ് മനസ്സിലാക്കൽ, അറിയൽ. വത്തദക്കുറു, ഓർമ്മ. വത്തഫക്കുർ, ചിന്താശേഷി, ഇതൊക്കെ നഷ്ടപ്പെടും. മനസ്സിലാക്കാൻ കഴിയില്ല, ചിന്ത ഉണ്ടാവില്ല, ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഖിമാറുൽ വിജ്ദാനി, വികാരങ്ങളെ മൂടപ്പെടും. വൽ ഹുമൂലു, അലസതയുണ്ടാകും. വൽ ബലാദത്തു, മന്ദതയുണ്ടാകും. വാദമുൽ ഇക്തിറാസ്, പിന്നെ എന്താണ്, നിസ്സംഗത. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മാനസികമായി ഉണ്ടാകും. അശ്ഊറു ബിൽ ഇൽത്തിഹാദ്, അടിച്ചമർത്തപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടാകും. അൽ ഹദയാനു വൽ ഫഹമുൽ ഫാസിദ്, തെറ്റായ ധാരണകൾ, തെറ്റായ മനസ്സിലാക്കലുകൾ, പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഒന്നും കൃത്യമായി മനസ്സിലാക്കാനോ മറ്റോ കഴിയുകയില്ല. പിന്നെ അൽ അളറാറുൽ ഇഖ്തിസാദിയ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് മദ്യപാനം കൊണ്ടുള്ളത്? ഖില്ലത്തു ഇൻതാജിൽ ഫർദി ഫി അമലിഹി കമ്മൻ വ കൈഫൻ, പിന്നെ ക്വാളിറ്റിയിലും പിന്നെ ക്വാണ്ടിറ്റിയിലും ഒരു മനുഷ്യന്റെ ജോലിയുടെ ഉൽപ്പന്നം കുറയുന്നു. മീൻസ് കൂടുതലായിട്ട് ജോലി ചെയ്യാൻ കഴിയുകയില്ല മദ്യപിക്കുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക്. തശറുദ് അഫ്രാദിൽ ഉസ്രത്തി, കുടുംബത്തിലെ വ്യക്തികൾ എന്തായി പോകും? കുടുംബം ശിഥിലമായി പോകും. വൻഹിറാഫ് സിഗാർ,
കുട്ടികൾ വഴി പിഴച്ചു പോകും. അൽ ഇൻഫാഖുൽ ഹുക്കൂമി അല സുജൂനി വൽ മുസ്തഷ്ഫിയാത്ത്, പിന്നെ ഗവൺമെന്റിനാണെങ്കിലോ ഉള്ള ചെലവുകൾ ഹോസ്പിറ്റലുകളും ജയിലുകളും ഒക്കെ ഉണ്ടാക്കാനും അത് നിലനിർത്താനുമുള്ള ചെലവ്. ജയിലുകൾ ഹോസ്പിറ്റലിലേക്കും ഒക്കെ ഇവരെ കൊണ്ടുപോയിട്ടാൽ മതിയോ? അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കണം, പാർപ്പിടം, മറ്റുള്ള സൗകര്യങ്ങൾക്കൊക്കെ ചിലവുണ്ടേ. അതൊക്കെ ഗവൺമെന്റിൽ നിന്നും പോവുകയാണല്ലോ. അപ്പൊ അതൊക്കെ നഷ്ടമാണ്. അതുകൊണ്ട് സാമൂഹികമായിട്ട് മൊത്തം നഷ്ടമാണ്. അൽ-ഇൻഷിയാലു അനിൽ അമലിൽ ബന്നാഇൽ മുസ്ലിമത്തിൽ ദൗലത്തി, രാഷ്ട്രത്തിനെ നിർമ്മിച്ചെടുക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾ തിരക്കിലായി പോകും. ഇത് കാരണം ഒരുപാട് ഇവരെ കൊണ്ടുള്ള ഇതിനു വേണ്ടി ജയിലിലും മറ്റും ഉപയോഗിക്കുന്ന പണവും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മാൻ പവറും ഒക്കെ മറ്റുള്ളതിന് ഉപയോഗിക്കാൻ പറ്റുമല്ലോ, ഇതൊന്നും ഇല്ലെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകും. പിന്നെ അൽ-അദ്റാറുൽ ഇജ്തിമായ, സാമൂഹികമായ വിപത്തുകൾ എന്തൊക്കെയാണ്? ഇഹ്മാലുൽ ഫർദി വാജിബാത്തിഹി അൽ ഉസ്രിയ്യത്തി വൽ ഇജ്തിമായത്തി, ഒരാൾ ലഹരി ഉപയോഗിക്കുന്നവൻ സാമൂഹികമായും കുടുംബപരമായുമുള്ള അവന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയില്ല. തഫക്കുൽ ഹയാത്തുൽ ഉസ്രിയ്യ, പിന്നെ കുടുംബജീവിതം തകർന്നു പോകും. യതസബ്ബബു ഇലൽ ജറാഇമിൽ ഫളിഹ, വളരെ മോശമായ തെറ്റുകൾ ചെയ്യാൻ കാരണമാകും. അൽ-ഇൻഹിയാർ നഫ്സി വൽ ഖുലുഖി വൽ ഇജ്തിമായി, സാമൂഹികവും ധാർമ്മികവും മാനസികവുമായ തകർച്ച എല്ലാം തകർന്നു പോകും. പിന്നെ അൽ-അൻഷിദത്തു ദിറാസിയ നുക്മിലു ഇന്നമൽ ഖംറു വൽ മൈസിറു, അത് പൂരിപ്പിക്കുക, ഇതൊക്കെ പൂരിപ്പിക്കാനാണ്. നഅദു ഫിഖറത്തൻ വജീദത്തൻ അൻ അസരിൽ മുഖദ്ദറാത്ത് ഫിൽ മുജ്തമഅ, സമൂഹത്തിലുണ്ടാകുന്ന ലഹരി ഉപയോഗത്തിന്റെ സ്വാധീനങ്ങൾ, അതിനെ കൊണ്ടുള്ള വിപത്തുകൾ എന്തൊക്കെയാണെന്ന് എഴുതാം. അൽ മുഖദ്ദറാത്ത് ഖത്തറുൻ കബീറുൻ, മുഖദ്ദറാത്ത് പിന്നെന്താണ്, വലിയ അപകടമാണ്. യുഹദ്ദിദു അംനൽ മുജ്തമഅ വസലാമതഹു, സമൂഹത്തിന്റെ സേഫ്റ്റിയെയും അതിന്റെ സെക്യൂരിറ്റിയെയും ഭീഷണിപ്പെടുത്തുന്ന അപകടമാണ്. ഫഹിയ തുഫക്കിക്കുൽ ഉസ്റ, കുടുംബങ്ങളെ നശിപ്പിക്കുന്നു. വതൻഷുറുൽ ജറായിമ, തെറ്റുകൾ വ്യാപിപ്പിക്കുന്നു. തുളയ്യു സഹറത ശബാബി, യുവത്വത്തിന്റെ ശോഭ കെടുത്തുന്നു. കമ അന്നഹ തുഅദ്ദി ഇലാ ഇൻഹിയാറിൽ ഇഖ്തിസാദി, സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കുന്നു. ബിസബബി ഫഖദിൽ ഉഖൂലിൽ മുൻതജത്ത്, എന്താണ്, ഉൽപ്പന്നം, അതായത് ജോലി ചെയ്യാനുള്ള മനസ്സ് നഷ്ടപ്പെടുന്നത് കൊണ്ട് സാമ്പത്തികമായ തകർച്ചയിലേക്ക് നയിക്കുന്നു. വകസ്റത്തി തകാലിഫി സുഹിയ്യത്തി, ആരോഗ്യകരമായ ഒരുപാട് ചിലവുകൾ അധികരിക്കുന്നത് കൊണ്ടും സാമ്പത്തികമായി തകർച്ചയിലേക്ക് പോകുന്നു. ലിദാ, അതുകൊണ്ട് ഹറമഹുദ്ദീനുൽ ഇസ്ലാം, ഇസ്ലാം മതം അതിനെ ഹറാമാക്കിയിരിക്കുന്നു. ഖിയാസൻ അൽ ഖംറി, ഖംറിനോട് ഖിയാസായിക്കൊണ്ട്, അതായത് ഇനിയിപ്പോ ഖിയാസൻ അൽ ഖംറി വേണമെന്നില്ല, അൽ ഖംറ വൽ മുഖദ്ദിറാത്ത കുല്ലഹ എന്ന് പറയാം, എല്ലാം ഹറാമാക്കിയിരിക്കുന്നു. ലിഅന്നഹ ഉമ്മുൽ ഖബായിസ്, കാരണം അതൊക്കെ എന്താണ്, തെറ്റുകളുടെ മാതാവാണ്. അല്ലത്തി തുദമ്മിറുൽ ഫർദ വ തുഫ്സിദുൽ ബിലാദ, വ്യക്തികളെയും രാഷ്ട്രത്തെയും തന്നെ നശിപ്പിച്ചു കളയുന്ന എന്താണ്, തെറ്റുകളുടെ മാതാവാണ് ഇവയൊക്കെ. ഇനി നുലാഹിദുൽ ആയാത്തുൽ ഖുർആനിയ, ഖുർആനിലെ ആയത്തുകൾ നമുക്ക് നോക്കാം. വല്ല ഹദീസ് നബവിയ, ഹദീസുകളും. വനുലാ ഇമുഹ തസ്രീഹാത്തിലാത്തി, എന്നിട്ട് അവയോട് താഴെയുള്ള തസ്രീഹാത്ത് യോജിപ്പിക്കാം. 4 ഹദീസ് ആയത്ത് കൊടുത്തിട്ടുണ്ട്, അലിഫ് ബ ജീം ദാൽ. അതേപോലെ താഴെ 4 തസ്രീഹാത്തുണ്ട്. ഏതൊക്കെയാണ് യോജിക്കുന്നത് എന്ന് നോക്കാം. ഇന്നമൽ ഹംറു വൽ മൈസ്റു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ, ഇതൊക്കെ ശൈത്താന്റെ പ്രവർത്തനമാണ് എന്ന് പറയുന്ന വരി ഏതാണ് താഴെയുള്ളതിൽ? 3-ാമത്തെ. ഇദ്മാനുൽ ഹംരി വൽ അബുൽ മൈസിരി വൽ ഇൽതിജാഉ ഇലൽ അൻസാബി, അതൊക്കെ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മിൻ വസ്വസത്തി ശൈത്താൻ, ഇതൊക്കെ ശൈത്താന്റെ ഒരു പ്രേരണയാണ്. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹ വഹു മുഅ്മിനുൻ, ഒരാള് മുഅ്മിനായിക്കൊണ്ട് കള്ളു കുടിക്കുകയില്ല. അത് എവിടെയാണുള്ളത്? ലാസ്റ്റ് വരി. ഇന്ന ഷാരിബൽ ഹംരി, കള്ളു കുടിക്കുന്നവൻ ലാ യശ്റബുഹ വഹു മുഅ്മിനുൻ, മുഅ്മിനായിക്കൊണ്ടിരിക്കുക, അത് കുടിക്കുകയില്ല. പിന്നെ മൻ ശരിബൽ ഹംറ ഫലം യൻതശി, ആരെങ്കിലും കള്ളു കുടിച്ചു പക്ഷെ ഇത് ലഹരി ബാധിച്ചില്ല എങ്കിൽ ഫലം തുഖ്ബലഹു സലാത്തുൻ, അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അത് പറയുന്നത് 1-ാമത്തത്. മൻ ശരിബൽ ഹംറ ലാ യുഖ്ബലു മിൻഹു സലാത്തുഹു ഇൻ ലം യകുൻ സക്രാൻ, ലഹരി ബാധിച്ചവനായില്ലെങ്കിൽ പോലും അവന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല. അൽ ഖംറു ഉമ്മുൽ ഹബായിസ്, കള്ള് ഹബായിസിന്റെ മാതാവാണ് എന്ന് പറയുന്നത്. അൽ ഖംറു യഫ്തഹു അമാമ ശാരിബ അബ്വാബൽ ജറായിമി കുല്ലിഹ, ഒരു കുടിക്കുന്നവന്റെ മുമ്പിൽ മദ്യം എന്ത് ചെയ്യുന്നു? എല്ലാ തെറ്റുകളുടെയും വാതിലുകൾ തുറന്നു കൊടുക്കുന്നു. നക്തുബു 5 അസ്തുരിൻ അൻ ഇഖാബിൽ ഇന്തിഹാരി അലാ ദൗഇൽ ഹദീസ് ശരീഫ്, ഒരു 5 വരി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ എഴുതാം. അൻ ഇഖാബിൽ ഇന്തിഹാരി, ഇന്തിഹാർ മീൻസ് ആത്മഹത്യ ചെയ്യൽ, ആത്മഹത്യ ചെയ്യലിന്റെ ശിക്ഷയെക്കുറിച്ച് അത് അതിൽ പറയുന്നുണ്ടല്ലോ മേലെ.
ഓരോരുത്തരും ഏത് രൂപത്തിലാണോ ചെയ്തിരുന്നത് അതേ രൂപത്തിൽ തന്നെ നരകത്തിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ചിൽഡ്രൻസ് ഡേ, ഇതിനെ എന്ത് ചെയ്യണം, അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ചിൽഡ്രൻസ് ഡേ, ജവഹർലാൽ നെഹ്റു ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു വാസ് ബോൺ ഓൺ November 14. വലിത ജവഹർലാൽ നെഹ്റു ഫിറാബി അഷറ നവംബർ 1889 മീലാദിയ ഫി അലഹബാദ് at Allahabad. His birthday is celebrated as Children's Day. يوم ميلاده تقام വയുഹത്തഫിലു സായലവായാണ് വയുഹത്തഫിലു ബിഈദി മീലാദിഹി, അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കപ്പെടുന്നു കയ്യോമിൽ ലിൽ അത്ഫാലി, ചിൽഡ്രൻസ് ഡേ ആയിക്കൊണ്ട്. പിന്നെ ഇറ്റ് ഈസ് എ നാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, അതങ്ങനെ പറഞ്ഞു. വഹുവ ഈദുൻ വത്തനിയുൻ, നാഷണൽ ഫെസ്റ്റിവൽ എന്നുള്ളതിന് ഈദുൻ വത്തനിയുൻ ഫിൽ ഹിന്ദി, ഇന്ത്യയിലെ ഒരു ഈദുൻ വത്തനിയാണ്, നാഷണൽ ഫെസ്റ്റിവൽ ആണത്. സ്പെഷ്യൽ പ്രോഗ്രാംസ് ആൻഡ് കോമ്പറ്റീഷൻസ് ആർ ഓർഗനൈസ്ഡ് ഇൻ സ്കൂൾസ് ഇൻ കണക്ഷൻ വിത്ത് ദിസ് ഡേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിൽ സ്പെഷ്യൽ പ്രോഗ്രാംസും മത്സരങ്ങളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. തുക്കാമും സംഘടിപ്പിക്കപ്പെടാറുണ്ട്. ബിഹാദിഹിൽ മുനാസിബത്തി, ഇൻ ദിസ് ഒക്കേഷൻ അല്ലെ, ഇൻ കണക്ഷൻ വിത്ത് ദിസ് ഡേ. തുക്കാമു ബിഹാദിഹിൽ മുനാസബത്തി മീൻസ് ഇൻ കണക്ഷൻ വിത്ത് ദിസ് ഡേ. എന്ത് സംഘടിപ്പിക്കപ്പെടുന്നു? ബറാമിജു വ മുസാബക്കാത്തു, ബറാമിജ് പ്രോഗ്രാംസ് വ മുസാബക്കാത്ത് കോമ്പറ്റീഷൻസ് ഖാസ സ്പെഷ്യൽ ഫിൽ മദാരിസ് സ്കൂളുകളിൽ. പിന്നെ ഇറ്റ് വാസ് നെഹ്റു ഹു ഫുൾഫിൽഡ് എ ലോങ് ചെറിഷ്ഡ് ഡ്രീം ഓഫ് പ്രൊവൈഡിങ് ഫ്രീ എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ, കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ നൽകണമെന്ന ഒരു ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് നെഹ്റുവാണ്. അപ്പോൾ വക്കാന നെഹ്റുവാണ് ഹുവമൻ ഹക്കക, യാഥാർത്ഥ്യമാക്കിയത് ഹൊൽമൻ സ്വപ്നം, ത്വാലമാറാവതഹു ലോങ് ചെരിഷ്ഡ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ത്വാലമാറാവതഹു എന്ന് പറഞ്ഞത്. ആ ദീർഘകാലമായിട്ടുള്ള ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് നെഹ്റുവാണ്. വഹവ തൗഫീർ, ഏത് സ്വപ്നം? വഹവ തൗഫീർ താലീമിൽ മജ്ജാനിൽ അത്ഫാൽ, കുട്ടികൾക്കുള്ള ഫ്രീ എഡ്യൂക്കേഷൻ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് നെഹ്റുവാണ്. ഇനി നക്രവനുലാഹിദു മർഫു, ഇത് മുലാരിയ ഫീലിനെ കുറിച്ചാണ് പറയുന്നത്. മുലാരിയ ഫീലിന്റെ മുമ്പിൽ നസ്ബ് ചെയ്യുന്ന അടയാളങ്ങൾ ഹർഫുകൾ വന്നാൽ മുലാരിയ ഫീലിനെ നസ്ബ് ചെയ്യും, അതായത് മുലാരിയ ഫീലിന്റെ ഇറാബ് നസ്ബാകും. ഇനി ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ വന്നാൽ മുലാരിയ ഫീലിന്റെ ഇറാബ് ജസ്മാകും. ഇനി ഈ ജസ്മ് ചെയ്യുന്നതും നസ്ബ് ചെയ്യുന്നതുമായ ഹർഫുകളൊന്നും വന്നില്ല എങ്കിലോ മുലാരിയ ഫീലിന്റെ ഇറാബ് റഫ് ആയിരിക്കും. അപ്പോ ജറ് എന്ന ഇറാബോ, അത് മനസ്സിലാക്കേണ്ടത് ഫിഇലിന് ജറ് എന്ന ഇറാബ് ഉണ്ടാവുകയില്ല. ഫിഇലിന് റഫ്, നസ്ബ്, ജസ്മ് അത് മൂന്നും മാത്രമേ ഉള്ളൂ. അതേപോലെ ഇസ്മിന് ജസ്മ് ഉണ്ടാവുകയില്ല, ഇസ്മിന് നസ്ബ്, ജറ്, റഫ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ അൽ മുലാരിഉൽ ഖാലിഉ മിനൽ നവാസിബി വൽ ജവാസിമി, നവാസിബി എന്ന് പറഞ്ഞാൽ നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ, ജവാസിമി ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ, അത് രണ്ടും ഇല്ലാത്ത മുലാരിയ ഫീലുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അഖ്റഉൽ ജറാഇദ് അൽ അറബിയത്ത, ഞാൻ അറബി പത്രങ്ങൾ വായിക്കുന്നു. അവിടെ അഖ്റഉ എന്നുള്ളതിന്റെ മുമ്പിൽ ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് അഖ്റഉ റഫ് ആണ്. ഇനിയുള്ള നീല നിറത്തിലുള്ള വാക്കുകളൊക്കെ നോക്കിയാൽ മനസ്സിലാകും മുമ്പിൽ ഒന്നും ഹർഫുകൾ വന്നിട്ടില്ല, അതുകൊണ്ട് റഫ് ചെയ്തിരിക്കുന്നു. അത്തുല്ലാബു യൽഅബൂന ഫിൽ മൈദാനി, കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നു. യദ്ഹബുൽ ഗുലാമു ഇല സൂഖി, കുട്ടി അങ്ങാടിയിലേക്ക് പോകുന്നു. തദ്ബഹുൽ ഖാദിമത്തു അത്അമ, കുക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നു. അൽ മുദരിസാത്തു യുഷാഹിദ്ന ഖനാത്ത വിക്ടേഴ്സ് ചാനൽ കാണുന്നു, അധ്യാപികമാർ. ഇവിടെയൊക്കെ ഇതൊക്കെ റഫ് ആണ്. ഇവിടെ യൽഅബൂന യുഷാഹിദ്ന അത് രണ്ടും റഫ് ആണ്. അതിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹാണ് കാണുന്നത്. അതെങ്ങനെ വന്നു എന്ന് പിന്നീട് പഠിക്കാം. ഇനി മൻസൂബും മജ്സൂമുമായ കുറെ സെന്റൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഉരീദു അൻ അഖ്റ അൽ ജറാഇദ് അൽ അറബിയത്ത, ഞാൻ അറബി പത്രം വായിക്കുന്നു. അൻ എന്ന നസ്ബിന്റെ ഹർഫുകൾ അവിടെ വന്നിരിക്കുന്നു. അപ്പൊ ഈ കോളത്തിലുള്ളതൊക്കെ നസ്ബിന്റെ ഹർഫുകളാണ്. അൻ, ലൻ, കൈ ഒക്കെ വന്നു. ഇവിടെയോ ഇതൊക്കെ ജസ്മിന്റെ ഹർഫുകളാണ്, ലം, ഇൻ, ലമ്മ എന്നുള്ളതൊക്കെ. ഇനി രണ്ടാമത്തത് അത്തുല്ലാബു ലൻ യൽഅബു യൗമൽ ഇംതിഹാൻ, പരീക്ഷയുടെ ദിവസം കുട്ടികൾ കളിക്കുകയില്ല എന്നുള്ള അർത്ഥമാണ് ലൻ വന്നാൽ. ഇപ്പൊ ലന്നും നസ്ബിന്റെ ഹർഫാണ്. ദഖലൽ ഗുലാമു അൽ മത്ജറ, കുട്ടി കടയിൽ കയറി.
കൈ യസ്തരിയ വാങ്ങാൻ വേണ്ടി, അൽ ഖുദറ പച്ചക്കറികൾ, കൈ വേണ്ടി അർത്ഥം. അല്യോമ അവിടെ ഒന്ന് നമ്മൾ വെക്കണം, ലെന്ന് വെച്ചോളൂ. ലൻ തുഇദ്ദൽ ഖാദിമത്തു അത്വാമ, ഖാദിമത്ത് ഭക്ഷണം തയ്യാറാക്കുകയില്ല. ലൻ തുഇദ്ദ. അറാദൽ മുദരിസാത്തു അധ്യാപികമാർ ഉദ്ദേശിച്ചു, അൻ തുഷാഹിദ്ന ഖനാത്ത അറബിയ, ഖനാത്തൻ അറബിയത്തിന് ഒരു അറബി ചാനൽ കാണാൻ. അൻ തുഷാഹിദ്ന അതൊക്കെ നസ്ബിന്റെ ഹർഫുകൾ. ഇനി ഇവിടെ അല്യോം ലം അഖ്റ അൽ ജദീദത്ത്, ഇതൊക്കെ ജസ്മിന്റെ ഹർഫുകളാണ്. ഞാൻ ഇന്ന് പത്രം വായിച്ചിട്ടില്ല എന്നാണ്, വായിച്ചിട്ടില്ല എന്നുള്ള അർത്ഥം കിട്ടും ലം വന്നാൽ. ഇനി ഇൻ യൽ അബ് അത്തുല്ലാബ്, കുട്ടികൾ കളിക്കുകയാണെങ്കിൽ അൽ അബ് മഅഹും, ഞാൻ അവരോടൊപ്പം കളിക്കും. അപ്പൊ ഇന്ന് വന്നാൽ യൽ അബ്, ഇൻ ചെയ്യുകയാണെങ്കിൽ എന്നുള്ള അർത്ഥമാണ് ലഭിക്കുക. വസലൽ ഗുലാമു കുട്ടിയെത്തി, ഇലസൂക്കി മാർക്കറ്റിലെത്തി, വലമ്മാറ യർജിഅ പക്ഷെ മടങ്ങിയിട്ടില്ല. ലം അഖ്റ എന്ന് പറഞ്ഞാൽ വായിച്ചിട്ടില്ല, ലമ്മ യർജിഅ മടങ്ങിയിട്ടില്ല. അപ്പൊ ലമ്മിന്റെയും ലമ്മയുടെയും അർത്ഥം ഒന്ന് തന്നെയാണ്. പക്ഷെ ലം എന്ന് പറഞ്ഞാൽ പൊതുവേ ഇല്ല, വായിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ലമ്മയാണെങ്കിലോ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ഒരു പക്ഷെ ചെയ്തേക്കാം എന്നുള്ള ഒരു സൂചനയാണ് അതിലുണ്ടാവുക. ലമ്മ യർജിഅ ഇതുവരെ മടങ്ങിയിട്ടില്ല, കുറച്ച് കഴിഞ്ഞാൽ മടങ്ങി വന്നേക്കാം. ഇനി ഡാഷ് അൽ ഖാദിമത്തു അത്വാമ, ലം തുഇദ്ദ എന്ന് വെക്കാം. അൽ ഖാദിമത്തു അത്വാമ, ഖാദിമത്ത് താമ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ലം തുഇദ്ദ എന്നാണ് പറഞ്ഞത്. ശരിക്കും ഇത് ജസ്മ ചെയ്യുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനാണ് അല്ലെ, പക്ഷെ എന്തുകൊണ്ടാണ് തുഇദ്ദ എന്ന് പറഞ്ഞത് എന്ന് പിന്നീട് പഠിക്കാം. അയ്യത്തുഹൽ മുദരിസാത്ത് അധ്യാപികമാരെ, ലാ തുഷാഹിദ്ന അത്തിൽഫാസ് അലാൻ, ഇപ്പോൾ ടെലിവിഷൻ കാണരുത്. ലാ തുഷാഹിദ്ന, ലാ എന്നത് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി വെക്കുന്ന ലാ, അതും ജസ്മിന്റെ ഹർഫാണ്. അപ്പോൾ നസ്ബിന്റെ ഹർഫുകൾ അൻ, ലൻ, കൈ, അതാണ് ഇവിടെ പഠിച്ചത്. പിന്നെ ജസ്മിന്റെ ഹർഫുകളോ ലം, ഇൻ, ലമ്മ, പിന്നെ ലാ എന്നും. ലാ ചെയ്യരുത്, ലാ തദ്ഹബ് നീ പോകരുത്. ഓക്കെ, അങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ, ലം, ലമ്മ, ലി, ലാ അതൊക്കെ ജസ്മിന്റെ ആണ്. നസ്ബിൻ്റെത് അൻ, ലൻ, കൈ, ഇതൻ. അത് തജ്രി ഫി മദ്രസത്തിന് നമ്മുടെ സ്കൂളുകളിൽ നടക്കുകയാണ്. ഹഫലത്തുൻ ഫി മുനാസബത്തിൽ യൗമിൽ ആലമി ലിമുകാഫഹത്തിൽ മുഖദ്ദിറാത്ത്, ലോക ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിപാടി നടക്കുകയാണ്. വനഉത്തുൽഹാ ദിആയാത്തിൻ വഹുതാഫാത്തിൻ, നമുക്ക് അതിനുവേണ്ടി പോസ്റ്ററുകളും പിന്നെ എന്താണ് മുദ്രാവാക്യങ്ങളും തയ്യാറാക്കാം. വനഅരിലുഹ എന്നിട്ട് അവ പ്രദർശിപ്പിക്കാം. ദിആയാത്ത് പോസ്റ്ററുകൾ. അത്തദ്ഹീൻ യുസബ്ബിബു സർത്താൻ, തദ്ഹീൻ ക്യാൻസറിന് കാരണമാകുന്നു. അൽ ഹുതാഫാത്ത് മുദ്രാവാക്യങ്ങൾ. ഇജ്തനിബു അൽ ഖംറ മദ്യം ഒഴിവാക്കൂ, വൽ മുഖദ്റാത്ത് മയക്കുമരുന്നുകളും മദ്യവും ഒഴിവാക്കൂ. അതേ രൂപത്തിൽ കുറച്ച് ഇതുണ്ടാക്കാം. ദിആയാത്ത് പോസ്റ്ററുകൾ ഇങ്ങനെ തയ്യാറാക്കാം. അൽ മുഖദ്റാത്ത് തബ്ദഉ ബി തജ്രിബത്തിൻ, മുഖദ്റാത്ത് പരിശീലനം കൊണ്ട്, മീൻസ് കൂട്ടുകെട്ടിലൊക്കെയുള്ള ഇതുകൊണ്ടാണ് തുടങ്ങുന്നത്. വതന്തഹി ബി നിഹായത്തിൻ, എന്നിട്ട് മൊത്തം ഉള്ള അവസാനത്തോടെ അത് അവസാനിക്കും, മീൻസ് നമ്മുടെ മരണത്തിൽ കലാശിക്കും. അൽ ഖംറു ലാ തുഗ്രിഖുൽ ഹുമൂമ, മദ്യം പ്രയാസങ്ങൾ ദുഃഖങ്ങളെ ഇല്ലാതാക്കുകയില്ല. ബൽ തുഗ്രിക്കുക നിന്നെ ഇല്ലാതാക്കും. വതുദമ്മിർ ഉസ്റതക നിന്റെ കുടുംബത്തെയും ഇല്ലാതാക്കും. കുൻ അഖ്വാ മിനൽ മുഖദ്ദിർ ലഹരിയിൽ നിന്നും ശക്തനാവുക, മീൻസ് ലഹരി ഉപയോഗിക്കാതിരിക്കുക. ഹയാത്തുക ഗാലിയ നിന്റെ ജീവിതം അമൂല്യമാണ്, വിലപിടിപ്പുള്ളതാണ്. ഖത്രത്തു ഖംറിൻ തുഫ്സിദു തുഹാറത്തുൽ ബദനി, ചെറിയൊരു തുള്ളി മദ്യം ശരീരത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തും. വഹബ്ബത്തു മുഖദ്ദിരിൻ, ചെറിയൊരു തരി മയക്കുമരുന്ന് തഹദിമു മുസ്തഖ്ബലൽ വത്തനി, രാജ്യത്തിന്റെ ഭാവിയെ തകർത്ത് കളയും. അതിൽ ചില ഹുതാഫാത്ത് മുദ്രാവാക്യങ്ങൾ. ലാ ലിൽ മുഖദ്ദറാത്ത്, നഅം ലിൽ ഹയാത്ത്, നോ ടു ഡ്രഗ്സ്, യെസ് ടു ലൈഫ്. അൽ ഹംറു മുൽ ഖബായിസ്, മദ്യം തെറ്റുകളുടെ മാതാവാണ്. ഫജ്തനിബുഹ ലിതഫ്ലഹു, വിജയിക്കാൻ വേണ്ടി നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുക. അക്കലി അമാനത്തുൻ, എൻ്റെ അക്കല് ഒരു അമാനത്താണ്, ഒരു സൂക്ഷിപ്പ് സ്വത്താണ്. ലാ ലിൽ ഇഹാനത്തി, അത് നശിപ്പിക്കാനുള്ളതല്ല എൻ്റെ അക്കല്. സിഹത്തു കസറവത്തുൻ, നിന്റെ ആരോഗ്യം സമ്പത്താണ്. ഫലാ തഖ്തുൽഹ ബിസുമും, വിഷം നൽകി അതിനെ ഇല്ലാതാക്കരുത്. പിന്നെ നഖറുൽ ഫിക്രത വനുതർജിമുഹ ഇലൽ ഇൻജിലീസിയ, ഈ പാരഗ്രാഫ് വായിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അറബിയുടെ ഇംഗ്ലീഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ലീ സദീഖുൻ, ഐ ഹാവ് എ ഫ്രണ്ട്. ഇസ്മുഹു ജോർജ്, നെയ്മഡ് ജോർജ്. വഹവ ലം യദുറുസിൽ അറബിയത ഖത്തു, he have never studied Arabic. He has never studied Arabic. لكنه الآن, but now
യുരീദു അൻ യസൂറ ഉമ്മഹു. ഹി വാണ്ട്സ് ടു വിസിറ്റ് ഹിസ് മദർ ഫിൽ ഖലീജ് ഇൻ ദ ഗൾഫ്. ഹൈസു തഅമലു. അവിടെയാണ് അവർ ജോലി ചെയ്യുന്നത്. വേർ ഷീ വർക്ക്സ് മുമരിളത്തൻ. ഒരു നേഴ്സ് ആയിക്കൊണ്ട്. ആസ് എ നേഴ്സ് ഫിൽ മുസ്തഷ്ഫ അൽ മർക്കസി അൽ ഹുക്കൂമി ഫി ദൗലത്ത് കുവൈത്ത്. ഫിൽ മുസ്തഷ്ഫ അൽ മർക്കസി അൽ ഹുക്കൂമി at the government central hospital في دولة الكويت in Kuwait. لذا so قال لي, he told me, يا صديقي العزيز, my dear friend, أنا آسف جدا, I am so sorry, I am very sorry. لم أدرس العربية حتى الآن. I haven't learned Arabic yet. حتى الآن ഇതുവരെ എന്നുള്ളതിന് yet, ഇതുവരെ ഞാൻ അറബി പഠിച്ചിട്ടില്ല. ഉരീദു സിയാറത്ത് അൽ കുവൈത്ത് ആൻഡ് ഐ വാണ്ട് ടു വിസിറ്റ് കുവൈത്ത്. ഹൽ തുസാഇദുനി, ക്യാൻ യു ഹെൽപ്പ് മീ, നിനക്കെന്നെ സഹായിക്കാമോ? അലാ തഅല്ലുമി ലുഗത്തിൽ അറബിയ, ടു ലേൺ അറബിക്, അറബി പഠിക്കാൻ, ടു ലേൺ അറബിക് ലാംഗ്വേജ്, അറബി ഭാഷ പഠിക്കാൻ നീ എന്നെ സഹായിക്കുമോ? ഹൽ അസ്തതിഉ അൻ അദ്റുസഹ, ക്യാൻ ഐ സ്റ്റഡി ഇറ്റ്, ക്യാൻ ഐ ലേൺ ഇറ്റ് ഫി വഖ്തിൻ കസീരിൻ, ഇൻ എ ഷോർട്ട് ടൈം, ഒരു ചെറിയ സമയത്ത് എനിക്കത് പഠിച്ചെടുക്കാൻ കഴിയുമോ? ഹൽ ഹിയ ലുഗത്തുൻ സഹലത്തുൻ അം സ്വഅബത്തുൻ, ഈസ് ഇറ്റ് എ ഡിഫിക്കൽട്ട് ഓർ ഈസി ലാംഗ്വേജ്? ഖുൽതു ലഹു, ഐ ടോൾഡ് ഹിം, ഞാൻ അവനോട് പറഞ്ഞു, യാ ഹബീബി, മൈ ഫ്രണ്ട്, ലാ തഖഫ്, ഡോണ്ട് വറി, ഇന്നഹ ഐസറു ലുഗാത്തി, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഈസിയസ്റ്റ് ലാംഗ്വേജസ്, അന ഉസായിദുക, ഐ വിൽ ഹെൽപ്പ് യു. ഓക്കെ.